റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പാലക്കാട്ടെ കോൺഗ്രസ് കൗൺസിലർക്കെതിരായ പീഡന കേസിൽ കോൺഗ്രസിലും പോലീസിനുമെതിരെ BJP. ഒളിവിലുള്ള പ്രക്ഷോഭിന് സമുന്നതനായ കോൺഗ്രസ് നേതാവിന്റെ സഹായം കിട്ടുന്നുണ്ട് എന്ന് BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. FIR രജിസ്റ്റർ ചെയ്യുന്നതിന്റെ തലേ ദിവസം പാലക്കാട്ടെ നേതാവ് പ്രക്ഷോഭിന്റെ വീട്ടിലെത്തി ഗൂഢാലോചന നടത്തിയെന്നും ആരോപണം. പ്രക്ഷോഭിനെ പിടികൂടാത്ത പോലീസിന്റേത് കുറ്റകരമായ അനാസ്ഥയെന്നും ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നും പ്രശാന്ത് ശിവൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇനിയും പ്രക്ഷോഭിനെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടില്ല. സമുന്നതനായ ഒരു ജനപ്രതിനിധി FIR രജിസ്റ്റർ ചെയ്യുന്നതിന്റെ തൊട്ടു മുന്നത്തെ ദിവസം പ്രക്ഷോഭിന്റെ വീട്ടിൽ പല ഗൂഢാലോചനകളും നടന്നിട്ടുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് ഇതിലെ ഉന്നത ബന്ധം ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ഇതുപോലുള്ള കോൺഗ്രസ് ജനപ്രതിനിധികളെ സഹായിക്കുന്ന ഒരു സമീപനമാണ് ഈ കഴിഞ്ഞ 2 വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ സ്ത്രീ പീഡകനെ അറസ്റ്റ് ചെയ്യാത്ത പക്ഷം ശക്തമായ പ്രതിഷേധവുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ ഈ തെരുവുകളിലുണ്ടാവും. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഇക്ബാൽ, ഇത്രയും ദിവസങ്ങളായി FIR രജിസ്റ്റർ ചെയ്തിട്ട് ഇതുവരെ പ്രക്ഷോഭിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു വിമർശനം. മറ്റൊന്ന്, കോൺഗ്രസിന്റെ തന്നെ സമുന്നതനായ ഒരു ജനപ്രതിനിധി ഷാഫി പറമ്പിലിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ വിമർശനം വരുന്നത്? മാധു സജി, അതായത് ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ കോൺഗ്രസ് കൗൺസിലറാണ് പ്രക്ഷോഭ് സി വത്സൻ. പ്രക്ഷോഭിനെതിരെ ഈ ലൈംഗിക പീഡന പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഇന്നേക്ക് 5 ദിവസമാവുന്നു. ഇതുവരെയും പ്രക്ഷോഭിനെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ ഇപ്പോഴത്തെ പോലീസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങളാണ് BJP ഉയർത്തുന്നത്. കുറ്റകരമായിട്ടുള്ള അനാസ്ഥ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് BJPയുടെ പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായിട്ടുള്ള പ്രശാന്ത് ശിവൻ പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ കോൺഗ്രസിനെതിരെ കൂടി BJPയും പ്രശാന്ത് ശിവനും ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഈ പ്രക്ഷോഭ് സി വത്സനെ കോൺഗ്രസിനകത്ത് നിന്ന് കാര്യമായിട്ടുള്ള സഹായം ലഭിക്കുന്നുണ്ട്, ഒളിവിൽ പോകുന്നതിന് ഉൾപ്പെടെ എന്നുള്ളതാണ് ഇപ്പോൾ BJP ഉയർത്തുന്ന ആക്ഷേപം. ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ പ്രക്ഷോഭിനെതിരെ FIR രജിസ്റ്റർ ചെയ്യുന്നതിന്റെ തലേ ദിവസം, അതായത് ഈ പീഡന പരാതി അത് മുഖ്യമന്ത്രിക്ക് ലഭിച്ചു എന്ന വിവരം പുറത്തായതിന് പിന്നാലെ തന്നെ പ്രക്ഷോഭിന്റെ വീട്ടിലേക്ക് സമുന്നതരായിട്ടുള്ള ഒരു ജനപ്രതിനിധി എത്തിയിരുന്നു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ BJP ഉയർത്തുകയും ചെയ്തിട്ടുള്ളത്. അതിന്റെ തെളിവുകൾ തങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ തെളിവ് ലഭിച്ചാൽ ഉടൻ തന്നെ വിവരങ്ങൾ പുറത്തുവിടും എന്നുള്ളതാണ് ഇപ്പോൾ BJP അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ പ്രക്ഷോഭിനെതിരെ ഈ പരാതി നൽകിയ യുവതി തന്നെ പറഞ്ഞിരുന്നു, ഷാഫി പറമ്പിൽ MP പേര് പറഞ്ഞ് ഉൾപ്പെടെ പ്രക്ഷോഭ തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുള്ളത്. മാത്രമല്ല, മറ്റ് MLA-മാരുടെയും പാലക്കാട്ടെ മറ്റ് പല MP-മാരുടെയും പേര് പറഞ്ഞ് പ്രക്ഷോഭ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുള്ളത് ഈ യുവതി തന്നെ ആ പരാതിയിലും റിപ്പോർട്ടർ TVക്ക് നൽകിയ ആദ്യത്തെ അഭിമുഖത്തിലുമെല്ലാം പലതവണ ആവർത്തിച്ച് പറയുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു. ഇതിൽ ഒരു വ്യക്തി, സമുന്നതനായിട്ടുള്ള ഒരു നേതാവ് പ്രക്ഷോഭിന്റെ വീട്ടിൽ ഈ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് തലേ ദിവസം എത്തുകയും ഗൂഢാലോചന നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഈ പ്രശാന്ത് ശിവൻ ആരോപിക്കുന്നത്. പ്രക്ഷോഭ ഒളിവിൽ കഴിയുന്നതിന് പിന്നിലും ഇത്തരത്തിലുള്ള മുതിർന്ന അല്ലെങ്കിൽ ഉന്നത നേതാക്കളുടെ ഒരു സഹായം പ്രക്ഷോഭന് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് BJP ഇപ്പോൾ ആക്ഷേപിക്കുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് പോലീസ് നടപടി ഉണ്ടാവണം. പ്രക്ഷോഭനെ എത്രയും പെട്ടെന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ BJP ശക്തമായിട്ടുള്ള ഈ സമര പരിപാടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് പ്രശാന്ത് ശിവൻ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ പ്രക്ഷോഭനെതിരായിട്ടുള്ള ഈ ലൈംഗിക പീഡന പരാതി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് വലിയ രീതിയിൽ ഒരു പ്രചാരണ ആയുധമാക്കാനുള്ള നീക്കം അത് BJP നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇത് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഇപ്പോൾ BJPയുടെ പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായിട്ടുള്ള പ്രശാന്ത് ശിവൻ ഉയർത്തുകയും ചെയ്തിട്ടുള്ളത്. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്. പ്രക്ഷോഭിനെ അറസ്റ്റ് ചെയ്യാത്തതും പോലീസ് ഒളിച്ചു കളിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് ഇപ്പോൾ BJP ഉന്നയിച്ചിരിക്കുന്നത്. അതിനിടയിൽ പ്രക്ഷോഭിന് സമുന്നതനായ ഒരു ജനപ്രതിനിധിയുടെ, കോൺഗ്രസുകാരനായ ജനപ്രതിനിധിയുടെ വലിയ സഹായം കിട്ടുന്നുണ്ട് എന്നുള്ള ആരോപണവും ഉന്നയിക്കുന്നു. സമരത്തിലേക്ക് പോവുകയാണ് BJP എന്ന സൂചനകൾ കൂടി നൽകുന്നു.